السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه ومن اتبع هداه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടായത്തുകളുടെ തഫ്സീറാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ ആയത്ത് അർ റഹ്മാൻ അർ റഹീം എന്നതാണ്. അർ റഹ്മാൻ അർ റഹീം രണ്ടിന്റെയും വിശദീകരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്. പൊതുവെ മുഫസ്സിറുകളെല്ലാം അർ റഹ്മാൻ റഹീം എന്നതിന്റെ തഫ്സീർ പറയാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് അടുത്ത ആയത്തിന്റെ തഫ്സീർ പറയുകയാണ് പതിവ്. എന്നാൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു. അത് ഒന്ന് വായിച്ച ശേഷം ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് പറയാം. അർ-റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം എന്നത് അള്ളാഹുവിന്റെ രണ്ട് പേരുകളാണ്. അതിവിശിഷ്ടമായ രണ്ട് പേരുകൾ. അർ-റഹ്മാൻ പരമകാരുണ്യകൻ എന്ന് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറ്. അർ-റഹീം കരുണാനിധി, കരുണാവാരിധി എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഖൗലുഹു തആല അർ-റഹ്മാൻ റഹീം വസഫ നഫ്സഹു തആല ബഅദ റബ്ബിൽ ആലമീൻ ബിഅന്നഹു അർ-റഹ്മാൻ റഹീം. വസഫ നഫ്സഹു തആല, അല്ലാഹു അവനെ തന്നെ വിശേഷിപ്പിച്ചു. ബഅദ റബ്ബിൽ ആലമീൻ, അവൻ റബ്ബുൽ ആലമീനാണ്, സർവ്വലോക രക്ഷിതാവാണ് എന്ന് പറഞ്ഞതിന് ശേഷം ബിഅന്നഹു റഹ്മാൻ റഹീം, അവൻ കരുണാവാരിധിയാണ്, പരമകാരുണ്യകനാണ്, റഹ്മാനാണ്, റഹീമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. എന്താണ് കാരണം? ലിഅന്നഹു ലിമാ കാന ഫി ഇത്തിഫാഖിഹി ബിറബ്ബിൽ ആലമീൻ തർഹീബുൻ ഖറനഹു ബിർറഹ്മാനിർ റഹീം ലിമാ തളമ്മന മിന തർഹീബ്. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് തർഹീബുൻ, ഒരു ഭയപ്പെടുത്തൽ, അള്ളാഹുവിനെ കുറിച്ചൊരു ഭയമുണ്ടാക്കൽ, അത് ഉൾക്കൊള്ളുന്നുണ്ട്. റബ്ബുൽ ആലമീനാണ് അവൻ, ആകാശഭൂമികളുടെ സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനുമാണ് അള്ളാഹു എന്ന ഒരു ഭയം അവരെ കുറിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉടനെ ഖറനഹു ബിർറഹ്മാൻ റഹീം, അതിനോട് ചേർത്ത് അള്ളാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു. അവന്റെ റഹ്മത്തിന് കാരുണ്യത്തെ സൂചിപ്പിച്ചു. എന്താണ് കാരണം? ലിമാ തളമ്മന മിന തർഹീബ്, അതിൽ ഒരു ആശിപ്പിക്കൽ, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ നൽകൽ ഉണ്ട്. റഗബൻ വറഹബ വകാനൂ യദഊനനാ റഗബൻ വറഹബ. അംബിയാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശഈൻ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം അള്ളാഹു പറഞ്ഞതാണ്. ഒരുപാട് നബിമാരെ കുറിച്ച് സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞു, ഒടുവിൽ വസക്കരിയ ഇദ് നാദാ റബ്ബഹ് റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശഈൻ. സക്കരിയയും ഇദ് നാദാ റബ്ബഹ്, അവിടുന്ന് അവിടുത്തെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബി ലാ തദർനി ഫർദ, അല്ലാഹുവേ നീ എന്നെ ഒറ്റക്ക് വിട്ടേച്ച് കളയല്ലേ. വഅൻത ഖൈറുൽ വാരിസീൻ, അനന്തരാവകാശികളെ നൽകുന്നവൻ, ഏറ്റവും നന്നായി നൽകുന്നവൻ റബ്ബേ നീയാണല്ലോ. അല്ലാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, നാം സക്കരിയാക്ക് ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, നാം സക്കരിയ നബിക്ക് മകനായി യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹ, അതിനുവേണ്ടി അവിടുത്തെ ഭാര്യയെ നാം ഒരുക്കിക്കൊടുത്തു. പ്രായമേറിയ ആ സ്ത്രീയെ, വന്ധ്യയായിരുന്ന ആ സ്ത്രീയെ പ്രസവത്തിന് വേണ്ടി നാം ഒരുക്കിക്കൊടുത്തു. അതിനുവേണ്ട ഫലാഹിയത്ത് നാം ആ സ്ത്രീയിൽ വരുത്തിവെച്ചു.
എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, തീർച്ചയായും ആ പ്രവാചകന്മാരായിരുന്നു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്നവരായിരുന്നു. വയദഊനന, നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എങ്ങനെ? റഗബൗ വറഹബ, ഭയത്തോടെയും പ്രതീക്ഷയോടെയും. റഗബ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, റഹബ് എന്ന് പറഞ്ഞാൽ ഭയം. വഇയ്യായ ഫർഹബൂൻ, അല്ലാഹു പറഞ്ഞില്ല എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞു. റഗബൗ വറഹബ വകാനൂ ലനാ ഖാശഈൻ, നമ്മോട് ഖുശൂഉള്ള ആളുകളായിരുന്നു അവർ. ഇത് രണ്ടും ഉൾക്കൊള്ളുക, ഭയവും പ്രതീക്ഷയും അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകാനാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാൻ റഹീം എന്ന് വീണ്ടും പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? ലിയജ്മഅ ഫീ സിഫാതിഹി ബൈന അർ-റഹ്ബതി മിൻഹു വർ-റഗ്ബതി ഇലൈഹി, അവനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും ഒരുമിച്ചുണ്ടാക്കുവാൻ വേണ്ടി. ഫയകൂനു അഅവൻ അലാ ത്വാഅതിഹി വഅംനഅ, അപ്പോൾ എന്തായി മാറും? അത് അവന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മെ നന്നായി സഹായിക്കും. അതിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തടയും. രണ്ടും ഒരുമിച്ചുണ്ടായാൽ ഏതൊക്കെ രണ്ട് ഗുണങ്ങൾ? ഭയവും പ്രതീക്ഷയും. അൽ ഖൗഫ് വർ-റജാ കമാ ഖാൽ, ഏതുപോലെ അല്ലാഹു ഇദാ പറഞ്ഞിട്ടുള്ളതുപോലെ സൂറത്തുൽ ഹിജ്റിന്റെ 49-50 ആയത്തുകളിൽ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, പ്രവാചകരെ, ഓ നബിയെ, എന്റെ അടിമകൾക്ക് വിവരമറിയിച്ചു കൊടുക്കുക. അന്നി അനൽ ഗഫൂർ റഹീം, തീർച്ചയായും ഞാനാകുന്നു അൽ ഗഫൂർ, നന്നായി പൊറുക്കുന്നവൻ, അർ റഹീം, കരുണാവാരി. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, തീർച്ചയായും എന്റെ ശിക്ഷ അത് തന്നെയാണ് വേദനയേറെ ശിക്ഷ, അതും അവരെ അറിയിക്കുക. രണ്ടും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു. അതുപോലെ വഖാൽ, അതുപോലെ അള്ളാഹു പറഞ്ഞു സൂറത്ത് ഗാഫിറിന്റെ 3-ാമത്തെ ആയത്തിൽ ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബി ലിത്തൗൽ. ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബി ലിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിറിൽ പറഞ്ഞു. ഗാഫിറു ദംബ്, അല്ലാഹു ആരാണ്? പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഖാബിലു തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. അതുപോലെ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ. ഇത് രണ്ടും അല്ലാഹു ഒരുമിച്ച് പറഞ്ഞു. അതുപോലെ വഫീ സഹീഹി മുസ്ലിം, ഇമാം ഖുർത്തുബി പറയുകയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ, വഫീ സഹീഹി മുസ്ലിം عن أبي هريرة أن رسول الله صلى الله عليه وسلم قال لو يعلم المؤمن ما عند الله من العقوبة ما طمع بجنته أحد ولو يعلم الكافر ما عند الله من الرحمة ما قنط من جنته أحد. നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ള ഹദീസാണ്. എന്താണ്? ലൗ യഅലമുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, അല്ലാഹുവിന്റെ പക്കലുള്ള ശിക്ഷയെക്കുറിച്ച് അവൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാ തമിഅ ബിജന്നതിഹി അഹദുൻ, അവന്റെ സ്വർഗത്തെക്കുറിച്ച് ഒരാളും ആശ വെക്കുമായിരുന്നില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. വലൗ യഅലമുൽ കാഫിർ മാ ഇൻദല്ലാഹി മിനർ റഹ്മ, കാഫിർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാ ഖനത മിൻ ജന്നതിഹി അഹദുൻ, അവന്റെ സ്വർഗത്തെക്കുറിച്ച് ഒരാളും നിരാശരാവുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് അവർ മനസ്സിലാക്കും. അള്ളാഹുവിന്റെ സ്വർഗം ആശിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. وقد تقدم ما في هذين الاسمين من المعاني فلا معنى لإعادته. നാം കുറച്ച് പറയുന്നു വഖദ് തഖദ്ദം, കഴിഞ്ഞു പോയിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാ ഫി ഹാദൈനിൽ ഇസ്മൈനി മിനൽ മആനി, ഈ രണ്ടു പേരുകൾ അർ-റഹ്മാൻ അർ-റഹീം എന്ന പേരിലുള്ള അർത്ഥം, അതിന്റെ വിശദീകരണം മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫലാ മഅനാ ലിഇആദതിഹി, അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഇതാണ് അർ-റഹ്മാൻ അർ-റഹീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആയത്ത് ഏതാ? മാലിക് യൗമിദ്ദീൻ. മാലിക് എന്താണ്? മാലിക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ. യൗം ദിവസം. അദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, വിചാരണ. കമാ തദീനു തുദാൻ, അങ്ങനെ ഒരു ചൊല്ല് കാണാം. കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ ആളുകൾക്ക് നൽകുന്നത്, പ്രതിഫലം നൽകുക, അതുപോലെ നിനക്കും നൽകപ്പെടും. അപ്പോ പ്രതിഫലം കൊടുത്തതിനുള്ള അതിനുള്ള തിരിച്ചു കിട്ടുന്നത്
എന്നൊക്കെ അർത്ഥം ദീൻ എന്ന വാക്കിനുണ്ട്. മാലിക് യൗമിദ്ദീൻ, ദീനിന്റെ ദിവസം, പ്രതിഫല നാൾ, അതിന്റെ ഉടമസ്ഥൻ. മറ്റൊരു ഖിറാഅത്തിൽ മാലിക് യൗമിദ്ദീൻ എന്നും കാണാം. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു 7 ഹർഫുകളിൽ അവതരിപ്പിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ആയത്തുകൾ വ്യത്യസ്തമായ ഉച്ചാരണത്തോടുകൂടി ഓതാകുന്നത്. ആ നിലക്ക് അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കുമ്പോൾ തഫ്സീർ കൂടുതൽ നന്നായി മനസ്സിലാകും. അത് ചില ആയത്തുകൾ പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിക്കുക. ഇതിനിങ്ങനെ ഒരു ഖിറാഅത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഖിറാഅത്തിന്റെ അർത്ഥം ചെറിയ വ്യത്യാസം കാണും. പക്ഷെ അത് കൂടുതൽ വിശാലമായി നമുക്ക് നന്നായി മനസ്സിലാക്കാൻ, തഫ്സീർ മനസ്സിലാക്കാൻ അത് ഉപകരിക്കുകയും ചെയ്യും. ഈ ആയത്ത് നോക്കി, മാലിക് യൗമിദ്ദീൻ, അള്ളാഹു പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിലെ ഒരേ ഒരു രാജാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശദീകരണം വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. മാലിക് യൗമിദ്ദീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവനാരാണ്? റബ്ബുൽ ആലമീനാണ്, അർറഹ്മാൻ റഹീമാണ്, അതുപോലെ മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. ഖറഅ ബഅദുൽ ഖുറാ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു, ഖറഅ ബഅദുൽ ഖുറാ മാലിക് യൗമിദ്ദീൻ. മനസ്സിലല്ലോ? ചില ഖാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓത്തുകാരനാണ് അർത്ഥം. പക്ഷെ മുൻഗാമികൾ ഖാരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തഫ്സീർ മനസ്സിലാക്കി ഖുർആനിൽ നിപുണന്മാരായിട്ടുള്ള മാഹിറുകളായിട്ടുള്ള ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, അൽ മാഹിറു ഫിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ വല്ലദി യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. അൽ മാഹിറു ഫിൽ ഖുർആൻ, ഖുർആനിൽ മാഹിറായിട്ടുള്ള ആൾ, നിപുണനായിട്ടുള്ള ആൾ. അയാളുടെ സ്ഥാനം എവിടെയാണ്? മഅ സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ അള്ളാഹുവിന്റെ ദൂത് വഹിക്കുന്ന മലക്കുകളോടൊപ്പമാണ്. വല്ലദി യഖറഉൽ ഖുർആൻ, മറ്റൊരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, വയതതഅതഉ ഫീഹി, തപ്പിത്തടഞ്ഞുകൊണ്ട്, വഹുവ അലൈഹി ഷാഖുൻ, പ്രയാസപ്പെട്ടുകൊണ്ട്. അങ്ങനെ ഒരാൾ ഓതാൻ ശ്രമിക്കുന്നു, അയാൾ ഓതുന്നു, ലഹു അജ്റാൻ, അയാൾക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാഹിറിനേക്കാളും കൂലിയുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ആദ്യത്തെ ആൾക്കാണ് പ്രതിഫലവും അള്ളാഹുവിന്റെ പക്കൽ ദർജയും ഉള്ളത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മാഹിറിന്റെ പ്രതിഫലമല്ല, മറിച്ച് ഇയാൾ വിഷമിക്കണ്ട, ഇയാൾക്ക് 2 കൂലി ശ്രമിക്കുന്നതിനും ഓതുന്നതിനുണ്ട്. മാഹിറിന്റെ അടുത്ത് എത്തില്ല എന്നത് വേറെ വിഷയം. തഖ്സീസുൽ മുൽക്ക്, ഇമാം ഇബ്നു കസീർ പറയുന്നു, വതഖ്സീസുൽ മുൽക്ക് ബിയൗമിദ്ദീൻ ലാ യൻഫീഹി അമ്മാ അദാ. അല്ലാഹു എവിടുത്തെ ഉടമസ്ഥനാണെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്? പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥൻ. അങ്ങനെ പ്രത്യേകമാക്കിയ ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകമാക്കിയ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ലാ യൻഫീഹി അമ്മാ അദാ, പ്രതിഫല നാളല്ലാത്ത ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു അല്ല എന്ന് വരുന്നില്ല. لأنه قد تقدم الإخبار بأنه رب العالمين. കാരണം എന്താണ്? لأنه تقدم, قد تقدم, മുമ്പേ പറഞ്ഞിട്ടുണ്ട്. الإخبار, വിവരം അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. بأنه رب العالمين, അല്ലാഹു റബ്ബുൽ ആലമീൻ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. وذلك عام في الدنيا والآخرة. റബ്ബുൽ ആലമീൻ ആണെന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തേക്കും പരലോകത്തേക്കും വിശാലമാകുന്ന അർത്ഥമാണ്, പൊതുവായുള്ള അർത്ഥമാണ്. وإنما أضيف إلى يوم الدين, പിന്നെ അള്ളാഹുവിന്റെ മുലൂക്കിയ, അവന്റെ അധികാരം, അവന്റെ ആധിപത്യം, ഇത് ഖിയാമത്ത് നാളിലേക്ക് ചേർത്ത് പറയാനുള്ള കാരണം എന്താണ്? لأنه لا يدعي أحد هنالك شيئا. കാരണം ഖിയാമത്ത് നാളിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ വെച്ച് ഒരാളും ബാധിക്കുകയില്ല ഷൈഅൻ, ഒന്നിന്റെയും ഉടമസ്ഥാവകാശം ഒരാളോട് വെച്ച് പറയുക. ഇതെന്റേതാണ്, ഇതെന്റെ മുതൽ, ഇതെന്റെ ഭൂമി, ഇതെന്റെ പറമ്പ്, എന്റെ വീട്, എന്റെ വാഹനം എന്നൊരു വർത്താനം പറഞ്ഞാലും പറയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അവിടുത്തെ ഉടമസ്ഥയാണെന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം. ദുനിയാവിൽ അത് പറയുക ആളുകൾ, ഇതെന്റത്, ഇതെന്റത്. അവിടെ ഭൂമിയെ കാണൂലല്ലോ,
وقال الإنسان ما لها إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها. ഭൂമി അതിന്റെ കുലുക്കം കുലുങ്ങുന്ന ആ നാളിൽ, അതിന്റെ ഭാരങ്ങൾ ഭൂമി പുറന്തള്ളുന്ന നാളിൽ മനുഷ്യൻ ചോദിക്കും, മാലഹ, ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത്, ഭൂമി ഭൂമിയല്ലാതെ മറ്റെന്തോ ആയി മാറും, ആകാശവും അങ്ങനെ തന്നെ. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ അധിപതിയായ അല്ലാഹുവിന്റെ മുമ്പിൽ അവരെല്ലാവരും വെളിവാക്കിക്കൊണ്ടുവരപ്പെടും ആ നാളിൽ. വലാ യതകല്ലമു അഹദുൻ ഇല്ലാ ബിഇദ്നിഹി, അന്നേ ദിവസം ഒരാളും അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ മുണ്ടുകയില്ല. കമാ ഖാൽ, ഇതാ അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ സൂറത്തുൻ നബയിൽ 38-ാമത്തെ ആയത്തിൽ, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല ഖവാബാ. യൗമ യഖൂമുർ റൂഹ്, അന്നതാ റൂഹ് വരികയാണ്, അഥവാ ജിബ്രീൽ വരികയാണ്. വൽ മലായികതു, മലക്കുകളും എങ്ങനെയാണ്, സഫൻ, സഫായി, അണിയണിയായി അള്ളാഹുവിന്റെ ഗംഭീരരായ പടപ്പുകൾ, മലക്കുകൾ വരികയാണ്. ലാ യതകല്ലമൂന, എന്ന് സംസാരിക്കുകയില്ല, മിണ്ടുകയില്ല, ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു അനുവാദം നൽകിയവരല്ലാതെ. വഖാല സവാബാ, സവാബായ വാക്ക് പറഞ്ഞവരല്ലാതെ, ശരിയായ വാക്ക്. പല ഉലമാക്കളും അതിന് വിശദീകരിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചവനല്ലാതെ. നബിമാര് പോലും വന്ന് പേടിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്കെടുക്കാൻ വേണ്ടി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ജനങ്ങൾ ചെയ്യും. ആദം നബി പറയും, എന്റെ തെറ്റിനെ ഓർത്ത് ഞാൻ എന്റെ കാര്യത്തെക്കുറിച്ച് പേടിയിലാണ്. അള്ളാഹു ഇതുപോലെ കോപിച്ചൊരു ദിവസം മുമ്പുണ്ടായിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അള്ളാഹുവിനോട് സംസാരിക്കൽ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. എത്രയോ കാലം, അള്ളാഹു ഉദ്ദേശിച്ച കാലം. അവിടെ സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ കറക്കും, ഭൂമി കറങ്ങുന്നില്ല, വേറെ വിഷയം, ഇതൊന്നും ഇല്ല. പിന്നെ ഇതുപോലുള്ള രാവും പകലും അല്ല, കാലം മാറി, സമയം മാറി. അള്ളാഹു ഉദ്ദേശിച്ച കാലത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കും. സാർ അള്ളാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക തഅൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദ്, നീ തലയുയർത്തു, ചോദിക്കൂ, നൽകപ്പെടും, നീ ശുപാർശ പറയൂ, ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് അള്ളാഹു പറയും. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി കിട്ടിയാലല്ലാതെ ഒരാളും മിണ്ടാത്ത നാൾ. അതുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വഖാല തആല, വീണ്ടും അള്ളാഹു പറഞ്ഞു സൂറത്തു ത്വാഹയിൽ, വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, എല്ലാ ശബ്ദങ്ങളും, സൗത്ത് അതിന്റെ ജംആൻ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കീഴൊതുങ്ങുന്നതാണ്, ഒതുങ്ങിപ്പോകുന്നതാണ്, പേടിച്ചടങ്ങുന്നതാണ് റഹ്മാൻ. ആർക്കു വേണ്ടി? റഹ്മാനായ അള്ളാഹുവിന്റെ മുന്നിൽ. ഫലാ തസ്മഉ, അന്ന് നീ കേൾക്കുകയില്ല, ഇല്ലാ ഹംസ, ഇങ്ങനെ മൂളുന്ന ശബ്ദം പോലെ, മുണ്ടാൻ പറ്റാത്ത പേടിക്കുന്ന ഒരു സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പരസ്പരം ഇങ്ങനെ മൂളി മൂളി സംസാരിക്കുന്ന ആ ശബ്ദമല്ലാതെ, ആ ഒരു മുറുമുറുപ്പല്ലാതെ, പെറുപെറുക്കലല്ലാതെ നീ കേൾക്കുകയില്ല. സൂറത്തു താഹയിൽ 108-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. അതുപോലെ സൂറത്ത് ഹൂദിൽ 105-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. യൗമ, ആ ദിവസം, യൗമ യഅതി, ആ ദിവസം വന്നാൽ, ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി, ഒരാളും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ സംസാരിക്കുകയില്ല. ഫമിൻഹും, അപ്പോഴത് അവരിലുണ്ടാകും, ശഖിയ്യുൻ വസഈദ്, ഭാഗ്യമുള്ളവനും സൗഭാഗ്യമുള്ളവനും ഭാഗ്യം കെട്ടവനും അന്നവരിൽ ഉണ്ടാകും. ആരാണ് ഭാഗ്യമുള്ള ആളുകൾ, ആരാണ് ഭാഗ്യമില്ലാത്ത ആളുകൾ? അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഅമ്മല്ലദീന സുഈദു ഫഅമ്മല്ലദീന ശഖൗ എന്ന് പറഞ്ഞ അള്ളാഹു പറയുന്നുണ്ട്. സൗഭാഗ്യവാന്മാർ, അള്ളാഹുവിന്റെ സ്വർഗമാകുന്ന സൗഭാഗ്യം കിട്ടിയ ആളുകൾ. ദൗർഭാഗ്യവാന്മാർ, നരകത്തിൽ കിടന്നെരിയേണ്ടി വരുന്ന ആളുകൾ അവരാണ്. ഇതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്നു അബ്ബാസ്, മഹാനായ സഹാബി, ഇബ്നു അബ്ബാസിൽ നിന്ന് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നു. മാലിക് യൗമിദ്ദീൻ യഖൂൽ
لا يملك أحد في ذلك اليوم معه حكما كملكهم في الدنيا. എന്താണ് അന്ന് ഒരാളും തന്നെ ഉടമപ്പെടുത്തുകയില്ല ഒരു കാര്യം, ഒരു വിധിയും, ഒരു കാര്യത്തിലുള്ള ഒരു ഹുക്കുമും ഒരാളും ഉടമപ്പെടുത്തുകയില്ല. കമിൽക്കിഹിം ഫി ദുനിയ, ഈ ലോകത്ത് പലതും പറയാലോ, ഇതെന്റേതാണ്. അങ്ങനെ ഇസ്ലാം അത് അംഗീകരിച്ചതാണ്. ഒരാൾക്ക് സ്വന്തമായി സ്വത്തുണ്ടാവാം. കമ്മ്യൂണിസ്റ്റ് പറയുന്ന പോലെയല്ല. എന്താ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൽ എന്താ, ഒരാൾക്കും സ്വന്തം സ്വത്ത് പാടില്ല, സ്റ്റേറ്റിന് മാത്രമേ സ്വത്ത് പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇസ്ലാം അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിനെതിരാണ്. പ്രൈവറ്റായി സ്വത്ത് പാടില്ല എന്നുള്ളത് ഇസ്ലാമിനെതിരാണ്. അള്ളാഹു പണം സമ്പാദിക്കാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. അല്ലത്തി ജഅല അല്ലാഹു ലക്കും ഖിയാമൻ എന്ന അള്ളാഹു സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു. വലാ തു'തു സുഫഹാഅ അംവാലകും അല്ലത്തി ജഅല അല്ലാഹു ലക്കും ഖിയാമ. എന്താണ് സമ്പത്ത് നിങ്ങൾ സുഫഹാക്കൾക്ക് കൊടുക്കരുത്. സുഫഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആളുകൾ, കുട്ടികളെയും സ്ത്രീകളെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വതന്ത്രമായി ചെലവഴിക്കാൻ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പുരുഷന്മാർ, പ്രായപൂർത്തിയും പക്വതയുമുള്ള പുരുഷന്മാരാണ് അത് നിയന്ത്രിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു ആ പണത്തെ കുറിച്ച് പറഞ്ഞു, അതിനാണ് നിങ്ങൾക്ക് ഖിയാം അള്ളാഹു വെച്ചിട്ടുള്ളത്. നമ്മൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് അതുകൊണ്ടാണ്. പണം സമ്പാദിക്കുന്ന ആളുകൾ പിന്നെ ശവത്തിന്റെ പിന്നാലെ കടിപിടി കൂടുന്ന നായ്ക്കളെ പോലെയാണ് എന്നൊക്കെയാണ് സൂഫികൾ പറയാറുള്ളത്. തെറ്റാണ്, ഇസ്ലാമിനെതിരാണ്. അങ്ങനെ അതിന്റെ പിന്നാലെ പോയി പരലോകം നശിപ്പിക്കരുത്. സമ്പാദിക്കാൻ അള്ളാഹു ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പരലോകത്ത് ഒരാൾക്കും അങ്ങനെ ഒന്ന് ഇതെന്റേതാണെന്ന് സ്വന്തം സ്വത്ത് പറയാൻ ഉണ്ടാവുകയില്ല. അദ്ദേഹം കൊണ്ട് പറയുന്നു, വയൗമുദ്ദീൻ യൗമുൽ ഹിസാബി ലിൽ ഖലായിഖ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യൗമുൽ ഹിസാബ്. ഹിസാബ് എന്താ? വിചാരണ, പ്രതിഫലം. യൗമുൽ ഹിസാബ്, വിചാരണയുടെ നാൾ. അതാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ. ആർക്കാണ്? ലിൽ ഖലായിഖ്, അള്ളാഹുവിന്റെ എല്ലാ പടപ്പുകൾക്കും, സകല പടപ്പുകൾക്കും, മൃഗങ്ങൾക്ക് പോലും. ഹദീസ് വായിക്കാം. വഹുവ യൗമുൽ ഖിയാമ, അതാകുന്നു ഖിയാമത്ത് നാൾ. യുദീനുഹും ബിഅഅമാലിഹിം, അള്ളാഹു അവരെ വിചാരണ ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബിഅഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളുടെ, ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ. ഇൻ ഖൈറൻ ഫഖൈർ വഇൻ ശർറൻ ഫശർ. ആ ചെയ്തി, പ്രവർത്തനങ്ങൾ ഖൈറാണെങ്കിൽ അവിടെ കിട്ടാനുള്ളതും ഖൈറാണ്, പ്രവർത്തനങ്ങൾ ഷർറാണെങ്കിൽ അവിടെ കിട്ടാനുള്ളതും ഷർറാണ്. ഇല്ലാ മൻ അഫാ അൻ, അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിയവനെ ഒഴികെ. ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. പോട്ടെ എന്ന് പറയും, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു ഒഴിവാക്കി കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. സൂറത്ത് ആഖിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 16-ാമത്തെ ആയത്തിൽ, യൗമഹും ബാരിസൂൻ ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഅ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. യൗമഹും ബാരിസൂൻ, അവരെ കൊണ്ടുവരുന്ന, അവരൊക്കെ ഒളിവായി വരുന്ന നാളിൽ. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഅ, അവരിൽ നിന്നൊരാളും ഒന്നും അള്ളാഹുവിൽ നിന്ന് വിട്ടുപോവുകയില്ല, അള്ളാഹുവിന് കാണാതായി പോവുകയില്ല. അവിടെ വെച്ച് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ഇന്ന് അധികാരം മുൽക്കാർക്കാണുള്ളത്? എന്താണ് മറുപടി? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ, ഏകനായ, എല്ലാ നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവിനാണ് ഇന്നത്തെ അധികാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു ഹബർ, ഒരു ജൂത പുരോഹിതൻ വരികയുണ്ടായി. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ജാഅ ഹബറു മിനൽ അഹ്ബാരി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജൂത പുരോഹിതൻ, അയാൾക്കാണ് ഹബർ എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് അഹ്ബാർ. ഖുർആനിലുണ്ടല്ലോ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ റാഹിബ്, ക്രിസ്തീയ പുരോഹിതൻ, അയാൾക്ക് റാഹിബ് എന്ന് പറയും. അതിന്റെ ബഹുവചനമാണ് റുഹ്ബാൻ. ജൂത പുരോഹിതനും ക്രിസ്തീയ പുരോഹിതനും. ബിൽ ബാത്തിൽ, ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു. സുദൂന അൻ സബീലില്ലാഹ്, അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇത് വിളിച്ചു പറഞ്ഞത് നമ്മളോടാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മാർഗം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഉമ്മത്ത് പിൻപറ്റുമെന്നും പറഞ്ഞു. അവർക്ക് ബാധകമല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്കും നമുക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു ഹബർ വന്നു. فقال എന്നിട്ട് അയാൾ പറഞ്ഞു, യാ മുഹമ്മദ് إنا نجد أن الله يجعل السماوات على إصبع والأرضين على إصبع والشجر على إصبع والماء والثرى على إصبع وسائر الخلائق على إصبع فيقول أنا الملك. ഇയാൾ വന്ന് പറയുന്നു, യാ മുഹമ്മദ് ഇന്നാ നജിദ്, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ വേദത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അന്നല്ലാഹ റബ്ബു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല യജ്അലു السماوات, അവൻ ആകാശങ്ങളെ ആക്കി തീർക്കും, അലാ ഇസ്ബഇൻ, ഒരു വിരലിൽ, അവന്റെ ഒരു വിരൽ. ഇസ്ബ, അള്ളാഹുവിന്റെ ഇസ്ബ എങ്ങനെയാണ്? അല്ലാഹു അലം. ഒരു പടത്തിനോടും സാദൃശ്യപ്പെടുത്തരുത്, എങ്ങനെയെന്ന് ചിന്തിക്കരുത്, നിഷേധിക്കരുത്, അങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ അവൻ ഇസ്ബ ഉണ്ട്. ഒരു ഇസ്ബയിൽ അവൻ ആകാശങ്ങളെ മുഴുവൻ പിടിക്കും. വൽ അർദീന അലാ ഇസ്ബഇൻ, ഭൂമികളെ മുഴുവൻ ഒരു ഇസ്ബയിൽ പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്ത്? 7 ഭൂമികൾ, അർദൂന സബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? അല്ലാഹു അലം. അത് താഴേക്ക്, ആകാശം മുകളിലേക്കാണെങ്കിൽ ഭൂമി ഓരോന്നും താഴേക്കാണ് എന്ന് ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമി പോലെ വേറെ ഭൂമിയും 7 ഭൂമികളും അവിടെ വേറെ മനുഷ്യന്മാരും ഒക്കെ ഉണ്ടോ? അതല്ല, ഈ ഭൂമിയിലെ തന്നെ സ്ഥലങ്ങളെയാണോ 7 ഭൂമി എന്നുദ്ദേശിച്ചിട്ടുള്ളത്? അല്ലാഹു അലം. നമുക്കത് വ്യക്തമായി അറിയില്ല. അല്ലാഹു അലം. ഏതായാലും ഭൂമികളുണ്ട് എന്നത് ശരിയാണ്. അത് ഇതിലെ തന്നെ ഭൂമികളെയാണോ പറയുന്നത്, അതല്ല വേറെ ഭൂമികൾ ഇതുപോലെ ഉണ്ടോ? അല്ലാഹു അലം. അല്ലാഹു അർദീന അലാ ഇസ്ബഇൻ, ഭൂമികൾ അല്ലാഹു ഒരു വിരലിൽ പിടിക്കും. വശജറ അലാ ഇസ്ബഇൻ, എല്ലാ മരങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ അല്ലാഹു ഒരു വിരലിൽ പിടിക്കും. ഭൂമിയിൽ എത്ര മരങ്ങൾ ഉണ്ടാവും? ആകാശങ്ങളുടെ വലിപ്പത്തിൽ ഭൂമിയുടെ വലിപ്പത്തിൽ. വൽമാഅ വസ്സറ അലാ ഇസ്ബഇൻ, വെള്ളവും മണ്ണും എത്രയുണ്ട്? അതും അല്ലാഹു ഒരു വിരലിൽ പിടിക്കും. വസാഇറൽ ഖലായിഖ അലാ ഇസ്ബഇൻ, ബാക്കി അല്ലാഹുവിന്റെ മുഴുവൻ പടപ്പുകളെയും ഒരു വിരലിൽ അല്ലാഹു പിടിക്കും. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ് എന്ന് പറയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാരാ പറയുന്നത്? ഒരു ഹബർ, ഒരു ജൂത പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയും. فضحك النبي صلى الله عليه وسلم حتى بدت نواجذه تصديقا لقول الحبر. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അണപ്പല്ലുകൾ പുറത്തേക്ക് കാണുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്തിനാണ് ചിരിച്ചത്? തസ്ദീഖൻ ലിഖൗലിൽ ഹബർ, ഈ ഹബർ പറഞ്ഞ കാര്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ല് കാണുക ചിരിച്ചു എന്ന് സഹാബിമാര് പറയാറുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ അങ്ങനെ ചിരിക്കാറില്ലാത്തത് കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ ഒന്നും ബാക്കി വെക്കാതെ തുറക്കാറുണ്ടായിരുന്നില്ല, മുഴുവനായി തുറക്കുക, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാറുണ്ടായിരുന്നില്ല. ഇന്നമാ കാന യബ്തസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കാറായിരുന്നു പതിവ്. അതുകൊണ്ടാണ് നബി അണപ്പല്ല് കാണുക ചിരിച്ചിട്ടുണ്ടെങ്കിൽ സഹാബിമാര് പ്രത്യേകം പറയാറുണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകാരിമുൽ അഖ്ലാഖിൽപ്പെട്ട കാര്യങ്ങളാണ്, അതിവിശിഷ്ടമായ സ്വഭാവത്തിൽപ്പെട്ട ചില സ്വഭാവങ്ങളാണ്. പുഞ്ചിരിയായിരുന്നു റസൂലുള്ളാഹി കൂടുതൽ, ഒട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല. ثم قرأ رسول الله صلى الله عليه وسلم, എന്നിട്ട് റസൂലുള്ളാഹി ആയത്ത് ഓതുകയാണ്, സൂറത്തു ജുമറിലെ ആയത്ത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർദു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അന്ന് അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ, ഭൂമി മുഴുവൻ, ഖബളതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഒരു പിടിയിലൊതുങ്ങും. വസ്സമാവാത്ത്, ആകാശങ്ങളും, മത്വിയാതുൻ ബിയമീനിഹി, അല്ലാഹു അവന്റെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഇങ്ങനെയുള്ളവനായ
ഏറ്റവും വലിയവനായ ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കാൻ കഴിവുള്ള റബ്ബിന് പങ്കുചേർക്കുന്നവർ അല്ലെ, അള്ളാഹു അതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു, യഖ്ബിദുല്ലാഹുൽ അർദ്, അള്ളാഹു ഭൂമിയെ പിടിക്കും, വയഖ്ബിദുസ് സമാവാതി ബിയമീനിഹി, ആകാശങ്ങളെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കും, സുമ്മ യഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക് ഐന മുലൂകുൽ അർദ്, ഞാനാകുന്നു രാജാവ്, ഭൂമിയിലുള്ള രാജാക്കന്മാരൊക്കെ ഇവിടെ പോയി. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതേ ഹദീസിന്റെ വേറൊരു റിവായത്താണ്. അള്ളാഹു പറയും, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, ഞാനാകുന്നു രാജാവ്, ഭൂമിയിലെ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും ഒക്കെ എവിടെ പോയി എന്ന് അള്ളാഹു ചോദിക്കും. ഭൂമിയിലെ വലിയ കൊലകൊമ്പന്മാരൊക്കെ എവിടെ പോയി? ഫിറഔൻ എവിടെ? ആമാൻ എവിടെ? ഖാറൂൻ എവിടെ? ആരും ഉണ്ടാവില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളായി നഗ്നരായി അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് പേടിച്ചരണ്ടുകൊണ്ട് ഖിയാമത്ത് നാളിലുണ്ടാവും. മനസ്സിലല്ലേ? മുഅ്മിനുകളെ അള്ളാഹുവോട് വെച്ച് ആദരിക്കും. മുഅ്മിനുകളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആദരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്നു അല്ലെ? ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് വലിയ സ്ഥാനമാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹു കൊടുക്കുന്നത്. എല്ലാ മനുഷ്യരെയും വിചാരണക്കെടുക്കുന്ന ആരുടെ ശുപാർശ കൊണ്ടാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കൊണ്ടാണ് അല്ലെ? ഇവിടെ ആര് പുച്ഛിച്ചാലും ആര് ചീത്ത വിളിച്ചാലും അള്ളാഹു വെളിപ്പെടുത്തും. اليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. ഈ ലോകത്ത് കുഫാറുകൾ മുഅ്മിനുകളെ കളിയാക്കിയിട്ടുണ്ടാവും. അവരെ കാണുമ്പോൾ പരിഹസിക്കും. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ, അവരിങ്ങനെ കടന്നു പോകുമ്പോ കണ്ണിറുക്കി കാണിക്കും, പരിഹസിക്കും. കുടുംബത്തിലേക്ക് പോയിട്ടും പരിഹസിക്കും, അവരെ കുറിച്ച് പറഞ്ഞിരിക്കും. അള്ളാഹു പറയുന്ന ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾ ഈ കാഫറുകളെ, ഈ കുറ്റവാളികളെ നോക്കി പരിഹസിക്കും. അവർ സോഫകളിൽ മേൽ ചാടിയിരുന്നു കൊണ്ട് നോക്കും, കുഫാറുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം കിട്ടിയോ ഇല്ലേ എന്നാണ് സൂറത്തുൽ മുത്തഫിഫീനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്താണ്. പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് കൊണ്ടാണ് അള്ളാഹു അവസാനിപ്പിച്ചതെന്ന് ഒരുപാട് മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവസാനമായി ഈ ആയത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. ثم توفى كل نفس ما كسبت, ഓരോരുത്തർക്കും അന്നവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടും. വഹും ലാ യുസ്ലമൂൻ, അവരോട് അനീതി, അക്രമം കാണിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്ശറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങനെയാണ്? ഹിഫാതൻ ഉറാതൻ ഗുർലൻ. ഹിഫാതൻ, ചെരുപ്പിടാത്തവരായി, ഉറാതൻ, വസ്ത്രമില്ലാത്തവരായി, നഗ്നരായി, ഗുർലൻ, ചേലാകരണം ചെയ്യപ്പെടാത്തവരായി. قالت عائشة يا رسول الله الرجال والنساء ينظر بعضهم إلى بعض. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സാധാരണ ഉണ്ടാകുന്ന സംശയങ്ങൾ നിഷ്കളങ്കമായി ചോദിക്കുന്ന മഹദിയായിരുന്നു ആര്? ആയിഷ റളിയല്ലാഹു അൻഹ അല്ലെ? ആ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന നിഷ്കളങ്കമായ സംശയങ്ങളാണ് ആയിഷ റളിയല്ലാഹു സംശയങ്ങൾ. നോക്കണം, നബി രാത്രി കുറേ സമയം നിൽക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ ചോദിച്ചത്? എന്തിനാണ് ഇത് ഇങ്ങനെ നിസ്കരിക്കുന്നത്? മുൻകഴിഞ്ഞതും വരാപോകുന്നതുമായ എല്ലാം പൊറുക്കപ്പെട്ട നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? സ്വാഭാവികമായ നിഷ്കളങ്കമായ സംശയങ്ങളാണ്. അവരുടെ ചോദ്യങ്ങളെല്ലാം നോക്കി അങ്ങനെ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരടിമയായി മാറണ്ടേ എന്ന് ചോദിച്ചു. സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല എന്ന് ഖിയാമത്ത് നാളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അയ്യുഹിമ്മഹും ദാക്. അതിനുപോലും തോന്നാത്ത അത്രയും ഭീകരമാണ് അന്നത്തെ നാൾ. അങ്ങനെ ഒരു ശ്രദ്ധ തന്നെ അന്ന് മനുഷ്യർക്കുണ്ടാവില്ല. കാരണം എല്ലാവരും സ്വന്തം കാര്യത്തെക്കുറിച്ച് പേടിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ. നീ ഭൂമിയിൽ
ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആയിത്തീരുക. സഹാബിമാർ ഇത് കേട്ട ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിർ الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك. രാവിലെ ആയാൽ നീ വൈകുന്നേരം കാത്തിരിക്കണ്ട, വൈകുന്നേരമായാൽ പിറ്റേന്ന് രാവിലെ ആവുന്ന നീ പ്രതീക്ഷിക്കണ്ട. നിനക്ക് ആരോഗ്യമുള്ള സമയത്ത്, രോഗമുള്ള സമയത്തേക്ക് വേണ്ടത് നീ എടുത്തോളൂ, ചെയ്തു വെച്ചോളൂ. നിന്റെ ജീവിതത്തിൽ മരണത്തിലേക്ക് വേണ്ടിയുള്ളത് നീ ചെയ്തു വെച്ചു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് യൗമിദ്ദീൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഖിയാമത്ത് നാളും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, പരലോകവും ഈ ലോകം തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ സൂചന നൽകുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കവിതകൾ പണ്ഡിതന്മാർ ഈ ആയത്തുകളുടെ പരലോകത്തെ പറയുമ്പോഴുള്ള ആയത്തുകളുടെ ഒക്കെ തഫ്സീറുകളിൽ മനസ്സിന് തഖ്വ നൽകുന്ന, ഉന്മേഷം നൽകുന്ന, ഈമാനികമായ ബോധം നൽകുന്ന കവിതകൾ പറഞ്ഞതായി കാണാം. പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചത് കാണാം. തസവ്വജ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. തസവ്വജ് മിനത് തഖ്വ, നീ തഖ്വ കൊണ്ട് യാത്രക്കൊരുങ്ങിക്കൊള്ളൂ. കാരണം ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ, രാത്രിയായാൽ ഹൽ തഈഷു ഇലൽ ഫജ്രി, നീ രാവിലെ വരെ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ല. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. വകം മിൻ സഹീഹ്, എത്ര ആരോഗ്യവാന്മാരാണ് മാത മരിച്ചിട്ടുള്ളത്, മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗമില്ലാതെ. വകം മിൻ സഖീമിൻ, എത്ര രോഗികളാണുള്ളത്, ആശ ഹീനം മിൻ അദ്ദഹരി, മരണം കാത്തി ഇങ്ങനെ കിടക്കുന്ന ആളുകൾ, ഇന്നും മരിക്കുന്ന, നാളെ മരിക്കുന്ന അവരുടെ ബന്ധുക്കളും അവരിങ്ങനെ കാത്തിരിക്കണം, നിത്യരോഗികൾ. പക്ഷെ അവർ മരിക്കുന്നില്ല. വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളും യുവതികളുമാണ് രാവിലെയും വൈകുന്നേരം അവരിങ്ങനെ നിർഭയരായി നടക്കുന്നു, അവരറിയുന്നില്ല അവരെ പുതപ്പിക്കാനുള്ള കഫൻ തുണി അടുത്ത കടയിൽ ഒരുങ്ങിയിട്ടുണ്ടെന്ന്. وكم من صغير يرجى طول عمره وقد دفنت أجساده أدخلت أجساده في ظلمة القبر. എത്ര ചെറിയ കുട്ടികളാണ്, അവരുടെ മാതാപിതാക്കൾ അവർ ജനിക്കും പ്രതീക്ഷിക്കുന്ന എന്താണ്, ഒരുപാട് കാലം അവർ ജീവിക്കും എന്നാണ് കുട്ടികളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. وقد أدخلت أجسادهم ظلمة القبر, എന്നാൽ അവരുടെ ശരീരങ്ങൾ ഖബറിന്റെ ഇരുട്ടിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹ് ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. നാം തുർബി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ലൗ കാനത്തി ദുനിയ, ദുനിയാവായിരുന്നുവെങ്കിൽ, തഅദിലു ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കിൽ ദുനിയാവിന് വിലയുണ്ടായിരുന്നുവെങ്കിൽ, എത്ര, ജനാഹ ബഊദത്തിൻ. എന്താ കൊതുക, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയും അള്ളാഹു ദുനിയാവിന് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, അള്ളാഹു ദുനിയാവിൽ ഒരു കാഫിറിനെയും ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് കാഫിറുകൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത്? അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, കാഫിറുകൾ, മുനാഫിഖുകൾ ഒക്കെ ഈ ദുനിയാവിൽ സുഖമായി ജീവിക്കുന്ന അള്ളാഹു ദുനിയാവിന് ഒരു വിലയും കൊടുക്കാത്തതുകൊണ്ടാണ്. അള്ളാഹു പരലോകത്തേക്ക് അമല് ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രമായി ദുനിയാവിനെ വെച്ചിരിക്കുന്നു. അനിൽ മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് എന്ന സ്വഹാബി പറയുകയാണ്, كنت مع الركب الذين وقفوا مع رسول الله صلى الله عليه وسلم. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. അല സഖ്റത്തിൽ മയ്യിത്ത്, അപ്പോ റസൂലും സഹാബത്തും ഞാൻ നടന്നു പോകുമ്പോൾ അവർ നിന്നു. എവിടെയാണ്? ഒരു ചത്ത ആടിനെ കണ്ടപ്പോ, ഒരാടിന്റെ ചത്തെടുക്കുന്ന ശരീരം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് നിന്നു. فقال رسول الله صلى الله عليه وسلم, അപ്പോൾ റസൂലിനെ ചോദിച്ചു, തറൗന ഹാദിഹി ഹാനക അലാ അഹ്ലിഹാ ഹീന അൽഖൗഹാ. നിങ്ങൾ കാണുന്നില്ലേ ഈ ആടിന് എന്തുകൊണ്ടാണ് ഇതിന്റെ ആളുകൾ ഇതിനെ ഇവിടെ ഉപേക്ഷിച്ചത്? ഒരു വിലയും അതിനവർ കാണാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ സഹാബത്ത് പറഞ്ഞു, മിൻ ഹവാനിഹാ അൽഖൗഹാ യാ റസൂലല്ലാഹ്, അത് അള്ളാഹുവിന്റെ റസൂലെ യാതൊരു വിലയില്ലാത്തത് കൊണ്ടാണ്, അവരതിന് ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ടാണ് അതിനെ അവൾ ഉപേക്ഷിച്ചിട്ടുള്ളത്.
قال النبي صلى الله عليه وسلم പറഞ്ഞു الدنيا أهون على الله من هذه على أهلها. ഇതിന്റെ ആളുകൾക്ക് ഇതിനെത്ര നിസ്സാരമാണോ, എത്ര വേണ്ടാത്തൊരു കാര്യം, അതിനേക്കാളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണെന്ത്? ഈ ലോകം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഇന്ന ദുനിയ മൽഊന മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാഹ് വആലിം ഔ മുതഅല്ലിം. അലാ, അറിയണം, മനസ്സിലാക്കണം, ഇന്ന ദുനിയ മൽഊന, ദുനിയാവെന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ശാപം കിട്ടിയതാണ്. മൽഊനും മാ ഫീഹാ, ദുനിയാവിലുള്ളത് മുഴുവൻ അള്ളാഹുവിന്റെ ശാപം കിട്ടിയതാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ അതിന് ഒഴിവാണ്. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, വമാ വാലാഹ്, അതുമായി ബന്ധപ്പെട്ടതെല്ലാം. മനസ്സിലല്ലേ? ബിസ്മി അല്ലാതെ തുടങ്ങിയതിനെല്ലാം അള്ളാഹിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളതിന് പണ്ഡിതന്മാർ ഈ ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ? വമാ വാലാഹ് എന്ന് പറഞ്ഞാൽ പുറത്തായി. ദിക്റുല്ലാഹ് വമാ വാലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അതുമായി ബന്ധപ്പെട്ടതും. ഒരു കാര്യം ബിസ്മി ചൊല്ലാതെ തുടങ്ങിയാൽ അതതിന് പുറത്തായി. പ്രത്യേകം പറഞ്ഞ കാര്യം അത് ഈ ഹദീസ് ഒരു തെളിവ് പിടിച്ചത് കാണാം. പിന്നെ എന്താണ്? ആലിമുൻ, ഒരു പണ്ഡിതൻ, ഒരു ആലിം. മനസ്സിലല്ലോ? ഒരു ആലിം ഔ മുതഅല്ലിം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, ഒരു പഠിതാവ്. ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, മദ്ദുന്യ ഫിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രമാണ്? ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുകും ഇസ്ബഅഹു ഫിൽ യംമി ഫലിയൻദുർ ബിമാ ലാ യർജി. ദുനിയാവെന്ന് പറഞ്ഞാൽ എങ്ങനെ മാത്രമാണ്? ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുകും ഇസ്ബഅഹു ഫിൽ യംമി, നിങ്ങളിൽ ഒരാൾ അയാളുടെ വിരൽ വെള്ളത്തിൽ മുക്കി, ഫലിയൻദുർ, എന്നിട്ട് നോക്കുക, ബിമാ ലാ യർജി, ഈ വിരൽ എന്തുകൊണ്ടാണ് മടങ്ങി വന്നത്, വിരൽ എത്ര വെള്ളമുണ്ട് എന്നത് നോക്കുക. ഇതാണ് ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം. കടലിൽ മുക്കി, എന്ന് പറഞ്ഞെന്താ? കടലിൽ മുക്കി പുറത്തെടുത്തു. വിരലിൽ വെള്ളം, വിരലിൽ എന്തുണ്ടാവുള്ളൂ? ഒരു നനവ്. കടലിലോ? ഇതാണ് ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം. ഇനി മാലിക് യൗമിദ്ദീൻ, വിചാരണയുടെ, കണക്ക് നോട്ടത്തിന്റെ, നീതിയുടെ നാൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു. മൃഗങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി നടപ്പാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല തുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ, അല്ലാഹു മാത്രം നീതിവാനാണ്. എല്ലാവിധ ബാധ്യതകളും അതിന്റെ ആളുകൾക്ക് കൊടുത്തു തീർക്കപ്പെടുക തന്നെ ചെയ്യും. ഹത്താ യുഖാദ ലിശാത്തിൽ ജൽഹാ മിന ശാത്തിൽ ഖർനാ, കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ ദുനിയാവിൽ വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പോലും അല്ലാഹു പരലോകത്ത് തീർപ്പ് കൽപ്പിക്കും. ഇതിന് കൊമ്പ് കൊടുക്കും, അതിന് കുത്താൻ പറയും, കുത്തും. എന്നിട്ടോ രണ്ടിനോട് മണ്ണായിക്കോളൂ എന്ന് പറയും. ആ സമയത്താണ് യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, കാഫിർ പറയും, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മൃഗങ്ങൾക്ക് അല്ലാഹു തീർപ്പ് കൽപ്പിച്ചതുപോലെ എനിക്ക് അല്ലാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ മനുഷ്യനും ജിന്നുകൾക്കും അല്ലാഹു അത് അവിടെ വെച്ച് തീർക്കുകയില്ല, അവർക്ക് സ്വർഗവും നരകവും വരാനുണ്ട്. അല്ലാഹു അത്രയും നീതിമാനാണ്, ഒന്നും അല്ലാഹു തീർക്കാതെ വിടുകയില്ല. എത്രത്തോളം കാഫിറുകളായ ആളുകൾക്ക് ഒരു മുഅ്മിൻ ഒരു കാഫിറിനെ പറ്റിച്ചു, എന്തെങ്കിലും സാധാരണ ദുനിയാവിൽ നടക്കില്ല ഇടപാടിൽ, ദുനിയാവുമായുള്ള ഇടപാടിൽ, കച്ചവടത്തിലോ എന്തെങ്കിലും അല്ലാഹു ഹലാലാക്കിയ നിലക്ക് അവരിൽ നിന്ന് യുദ്ധത്തിലൂടെയോ മറ്റോ നേടിയ സ്വത്തുണ്ടാവും. അതല്ലാതെ കാഫിറുകൾക്ക് സാധാരണ ഇടപാടിൽ ഒരാളൊരു കാഫിറിനെ പറ്റിച്ചു, അയാളോട് ദുൽമ ചെയ്തു, അതിന് അല്ലാഹു പരലോകത്ത് തീർപ്പുണ്ടാക്കും. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് അല്ലാഹു അതിന് തീർപ്പുണ്ടാക്കുക? അവർക്ക് നരകത്തിലെ ശിക്ഷ അളവ് കൊടുത്തിട്ടാണോ അല്ലെ പറഞ്ഞെങ്കിലാണോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് അല്ലാഹു അതിനെ തീർപ്പുണ്ടാക്കുക? അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലാഹു അഅലം ലാ നദ്രി ഹദിഹി ഉമൂർ ഗൈബിയ്യ. അദ്ദേഹം പല ചോദ്യങ്ങൾക്ക് അങ്ങനെയാണ് മറുപടി പറയാറുള്ളത്. അല്ലാഹുക്കറിയാം, അല്ലാഹു തീരുമാനിക്കും, ഗൈബിയായ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തെളിവുകൾ അതിന് വന്നിട്ടില്ല, നമ്മളത് മനസ്സിലാക്കണം. ഒരു ദുൽമും അല്ലാഹു ബാക്കിയാക്കില്ല, അനീതി അല്ലാഹു പൊറുപ്പിക്കുകയില്ല. അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി,
فجعلته بينكم محرما فلا تظالموا. എന്താണ്? ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ ദുൽമിനെ, അനീതിയെ, അതിക്രമത്തെ എന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. ഫജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ അനീതി, അക്രമം ഒരിക്കലും കാണിക്കാൻ പാടില്ല. അക്രമം കാണിക്കാൻ ഏറ്റവും അധികാരമുള്ള യോജിച്ചവനാരാ? അള്ളാഹുവാണ്. അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, അവനോട് ചോദിക്കാൻ ആരുമില്ല, അവരാണ് ചോദിക്കപ്പെട്ടത്. പക്ഷെ അള്ളാഹു അനീതി കാണിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു ഒരിക്കലും ദുൽമ കാണിക്കില്ല. വമാ യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് അതിക്രമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ അള്ളാഹു ഒരിക്കലും അനീതി പൊറുപ്പിക്കുകയുമില്ല. അത് അള്ളാഹു തീർപ്പാക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ അവസാനിപ്പിക്കാൻ ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ അൻഅം, ഞാനെങ്ങനെ സുഖലോലുപനായി ജീവിക്കാനാണ്. വഖദിൽ തഖറ സാഹിബുൽ ഖർനി അൽ ഖർൻ, ഈ യൗമുദ്ദീൻ വരും എന്ന് അറിയിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇസ്രാഫീൽ എന്ന മലക്ക് ആ കർണം പിടിച്ച്, കാഹളവും പിടിച്ചു നിൽക്കുകയാണ്. വഹനാ ജബ്ഹതഹു, നെറ്റി ചെരിച്ചുകൊണ്ട്, അസ്റാ സമഅഹു, കാതു കൂർപ്പിച്ചുകൊണ്ട്, യംതളിർ, കാത്തിരിക്കുകയാണ്. അയ്യുമർ അയ്യംഫുഖ് ഫയംഫുഖ്, ഊതാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാൻ കാത്തിരിക്കുന്ന. അർശിന്റെ ഭാഗത്തേക്ക് നോക്കി കണ്ണിന്ന് വരെ തെറ്റിയിട്ടില്ലെന്നാണ് ഇസ്രാഫീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കണ്ണിന്ന് വരെ അർശിന്റെ ഭാഗത്തുനിന്ന് മാറിയിട്ടില്ല. എന്തിനാ? ആ സമയം അത്ര വൈകിപ്പോയാലോ അള്ളാഹു കൽപ്പിച്ചാൽ ഊതാൻ. ആ മലക്കങ്ങനെ കാത്തിരിക്കെ കൈഫ അൻഅം, ഞാനെങ്ങനെ പരലോകം മറന്ന് സുഖലോലുപനായി ജീവിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതാണ് അള്ളാഹു നമ്മയും ഓരോ നമസ്കാരത്തിലും ഓരോ ഫാത്തിഹയിലും ആ നാളിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. മാലികി യൗമുദ്ദീൻ, മാലികി യൗമുദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരലോകത്തേക്ക് നമ്മുടെ ഈ സംസാരം ഒരു നല്ല മുതൽക്കൂട്ടാക്കി തീർക്കുമാറാകട്ടെ. നന്നായി ജീവിക്കുവാൻ